SDPI പ്രവർത്തകർക്ക്. ദയ അർഹിക്കുന്നില്ലെന്ന് കോടതി. മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ നൽകുന്നത് സംസ്ഥാന നീതിന്യായ ചരിത്രത്തിലാദ്യം. ഷാർജയ്ക്ക് പുതിയ ബ്രാൻഡ് ലോഗോ പ്രകാശനം ചെയ്ത് ഉപഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസിമി. വിനോദസഞ്ചാര ക്യാമ്പയിനും തുടക്കം. മലയാളികൾക്ക് തിരിച്ചടിയായി കുവൈറ്റിലെ വിസ നിയന്ത്രണം. ഫാമിലി വിസയിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊണ്ടുവരാനാകില്ല. നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദിനം ലഭിച്ച 1800 അപേക്ഷയിൽ 1165 തള്ളി. ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷ നേടാൻ ഷാർജ 48 സ്ഥലങ്ങളിലെ ട്രാഫിക് സിഗ്നലുകൾ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നവീകരിച്ചു. വാഹനങ്ങൾക്ക് 30% അധിക വേഗം ലഭിക്കുമെന്ന് അധികൃതർ. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് തിരിച്ചടി. ഔദ്യോഗിക രേഖ പരസ്യപ്പെടുത്തിയെന്ന കേസിൽ 10 വർഷം തടവ്. അപ്പീൽ നൽകുമെന്ന് ഇമ്രാൻഖാൻ. വിധി പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക്. മനസാക്ഷിയെ മരവിപ്പിച്ച രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ. പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്ന് വിധി പ്രസ്താവിക്കവേ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി BG ശ്രീദേവി പറഞ്ഞു. PFI SDPI പ്രവർത്തകരാണ് പ്രതികൾ. കേരളത്തിൽ ഒരു കേസിൽ ഇത്രയധികം പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിക്കുന്നത് ആദ്യമായാണ്. ഈ വിഷയം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത് 3 അഭിഭാഷകരാണ്. അഡ്വക്കേറ്റ് ആയിഷ സക്കീർ ഹുസൈൻ, സാമൂഹ്യ നിരീക്ഷക കൂടിയാണ്. അഡ്വക്കേറ്റ് കൺമണി, അഭിഭാഷക. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, അഭിഭാഷകൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം അഡ്വക്കേറ്റ് ആയിഷ. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. അതിൽ എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് വിചാരണ കോടതി. നമ്മുടെ സംസ്ഥാനത്തെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാണ് ഇത്രയധികം പ്രതികൾക്ക് ഒരുമിച്ച് ഒരു കേസിൽ വധശിക്ഷ വിധിക്കുന്നു എന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ്. അതിനാണ് പ്രതികൾക്ക് ഏറ്റവും പരമാവധിയായിട്ടുള്ള ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതൊരു സന്ദേശമായി താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു സന്ദേശം തന്നെയാണ്. എന്തായാലും ഇതിനു മുമ്പ് 3 പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഇത്രയും അധികം പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ ഇന്ത്യയിൽ വിധിച്ചിട്ടുണ്ടായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇത് ആദ്യമായാണ്. ഏകദേശം 15ഓളം പ്രതികൾക്കും എല്ലാ പ്രതികൾക്കും ഒരുമിച്ച് വധശിക്ഷ നൽകിക്കൊണ്ടുള്ള ഒരു അത്യപൂർവമായ ഉത്തരവാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി ഇന്ന് നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു പകരത്തിന് പകരമുള്ള ഒരു കൊലപാതകമായിട്ടായിരുന്നു 2021 ഡിസംബർ 18 ആദ്യ കൊലപാതകം നടക്കുകയും അതിന്റെ ഒരു തിരിച്ചടി എന്നോണം നഗരത്തിൽ മുഴുവനും പോലീസ് ബന്ദോബസ്തും ജാഗ്രതയും ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പോലീസിന്റെ എല്ലാ നിയന്ത്രണങ്ങളെയും കണ്ണുവെട്ടിച്ചുകൊണ്ട് മറ്റൊരു കൊലപാതകം, നിഷ്ഠൂരമായ കൊലപാതകം, ഏത് കൊലപാതകങ്ങളാണെങ്കിലും മനുഷ്യനെ പച്ചയ്ക്ക് ഇങ്ങനെ വെട്ടിക്കൊല്ലുന്ന ഏത് ആദർശത്തിന്റെ പേരിലാണെങ്കിലും ഏത് രാഷ്ട്രീയ സംഹിതയുടെ പേരിലാണെങ്കിലും അത് അത്യന്തം നീചവും നിന്ദ്യവും അപലപനീയവുമാണ് എന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല. എന്തായിരുന്നാലും അമ്മയുടെയും മകളുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ചിട്ടാണ് ആ രണ്ടാമത്തെ കൊലപാതകം നടന്നത്. കോടതി ഇത് വളരെ ശക്തമായ നിരീക്ഷണങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ എടുത്ത നിലപാടുകൾ അതേപടി തന്നെ അംഗീകരിക്കുകയും കോടതി അതിന്റെ ഒപ്പം നിന്നുകൊണ്ട് പ്രോസിക്യൂഷന്റെ ഒരു റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു ശിക്ഷ ഇതിനകത്ത് നൽകുകയും ചെയ്തു എന്നാണ് മനസ്സിലാവുന്നത്. കൊലപാതകം ഉൾപ്പെടെ ബാക്കി എല്ലാ കുറ്റങ്ങളും പ്രതികൾക്ക് മേൽ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റങ്ങളും തെളിയുകയും അതാണ് വിധിന്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല. 14 പേര് മാത്രമാണ് പ്രതികളിൽ ഇത് കോടതിയിൽ ഹാജരായിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. 15ാമത്തെ പ്രതിയുടെ ശിക്ഷ പ്രൊനൗൺസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. ആർട്ടിക്കിൾ IPC 302, 449, 447 തുടങ്ങി കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, വീട് അതിക്രമിച്ചു കയറ്, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങി എല്ലാ രീതിയിലുമുള്ള പ്രതികൾക്ക് നേരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളും കോടതി പ്രോസിക്യൂഷന്റെ ഭാഗം അംഗീകരിച്ചുകൊണ്ട് കോടതി അത് അംഗീകരിക്കുകയും കോടതി ഇങ്ങനെ ഒരു ശിക്ഷാവിധി കേരളത്തിന്റെ നിയമ നിർവഹണ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായിട്ടുള്ള ഒരു വിധി ഇന്ന് കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനിയെങ്കിലും മനുഷ്യർ പരസ്പരം ഈ വൈരവും ശത്രുതയും ഏതെങ്കിലും ഒരു ആദർശത്തിന്റെ പേരിൽ
മനുഷ്യൻ തിരിച്ചറിയാത്ത രീതിയിലേക്ക് നമ്മള് ഒരു കാടത്തത്തിന്റെ കാലത്തേക്ക് തിരിച്ചു നടക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതിക്ക് ഒരു മാറ്റം വരാൻ ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു പുനരാലോചനയ്ക്ക് എല്ലാവരും കൂട്ടായിട്ടുള്ള ഒരു ആലോചനയ്ക്കോ ഒരു പുനർവിചിന്തനത്തിനോ ഈ ഒരു വിധി കാരണമാകുമെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷേ പ്രോസിക്യൂഷനിൽ തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങട്ടെ എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് കൺമണി, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ഇത്രയധികം ഈ പരമാവധി ശിക്ഷയൊക്കെ വിധിക്കുന്ന കേസുകൾ വളരെ കുറവാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും വധശിക്ഷ, അത് നേരിട്ട് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർ മുതൽ ഗൂഢാലോചനയിൽ പങ്കാളികൾ ആയിട്ടുള്ളവർ വരെയുള്ളവർക്ക് വധശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതെന്നും നമ്മുടെ നാടിന്റെ കണ്ണുനീരാണ്. അത് നഷ്ടപ്പെടുന്ന ഓരോരുത്തരും ഓരോ കുടുംബത്തിന്റെ വേദനയാണ്, നാടിനാകെയും അപമാനമുണ്ടാക്കുന്നതാണ്. നിങ്ങളൊക്കെ പ്രവാസികൾ കൂടിയാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഏതാണ്ട് അടുത്ത കാലം വരെ ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരുന്നു. ഈ സംഭവം തന്നെയാണെങ്കിൽ ഒരു കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് തിരിച്ചടി ഉണ്ടാകുന്നത്. അത്തരം അങ്ങനെ ആ നിലയിൽ വരെ നമ്മുടെ നാട്ടിൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറി വന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും കുറച്ചു നാളായി അതിന് അല്പം അറുതി വന്നിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ കൊലകൾക്ക് ഒരു കൃത്യമായ പാഠം അല്ലെങ്കിൽ അതിനെതിരായ ഒരു സന്ദേശം ഈ വിധി നൽകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും. ആദ്യമേ തന്നെ പറയട്ടെ, എല്ലാ കൊലപാതകങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും എല്ലാം തന്നെ വളരെ വേദനാജനകവും അപലപനീയവും ഒക്കെ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആള് 40 വയസ്സ് മാത്രമുള്ള ഒരു സീനിയർ അഭിഭാഷകൻ കൂടിയും ഒരു ഫാമിലി സർക്കിളിൽ ജീവിക്കുന്ന അമ്മയും മക്കളും പെൺകുട്ടികളും ഭാര്യയും ഒക്കെയുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മരണമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവരും വളരെയധികം വേദനയുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഈ ഒരു ജഡ്ജ്മെന്റ് ഇത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. പ്രൊവൈഡഡ് ഞാൻ ഇതൊരു RSSകാരുടെ വിജയമായിട്ടോ BJPയുടെ വിജയമായിട്ടോ അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഇതിനെ ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പെർസ്പെക്റ്റീവിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾക്ക് ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വരുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് നാളെ മുതൽക്ക് ഇനി ഉണ്ടാകുന്ന കൊലപാതകങ്ങൾക്കെങ്കിലും ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഒരു ഭയം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് എല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട്, ഐ ഡോണ്ട് വാണ്ട് ടു പുട്ട് എനിത്തിങ് ലൈക്ക് ഒരു പാർട്ടിയുടെ വിജയമായിട്ട് ഒന്നും കണക്കാക്കത്തില്ല. ഇപ്പൊ ഈ വിക്കിപീഡിയയുടെ ഒക്കെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ യു ജസ്റ്റ് സീ 2021 മാത്രം 4-5 കൊലപാതകങ്ങളാണ്. അത് വെൻ യു സീ ദ ലിസ്റ്റ് SDPI RSS SDPI RSS SDPI വാട്ട്സ് ഇറ്റ് മീൻ? നമ്മളൊക്കെ ഒരു പ്രബുദ്ധ കേരളത്തിലാണ് ജീവിക്കുന്നത് ആലോചിക്കണം. ഒരു കൊലപാതകത്തിന് ശേഷം അടുത്ത കൊലപാതകം, ഇതൊരു ചെയിൻ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയോ കൂടെ ഉണ്ടാവുകയാണെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമുക്ക് ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമൊന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യുക തന്നെ വേണം. അതിന് ഇതുപോലത്തെ ജഡ്ജ്മെന്റുകളാണ് വേണ്ടത്. വി റിയലി നീഡ് ടു അപ്രീഷിയേറ്റ് ഈ ഒരു ജഡ്ജ്മെന്റും അല്ലെങ്കിൽ ഈ ശ്രീദേവി മാമിനെയൊക്കെ നമുക്ക് ശരിക്കും കൺഗ്രാജുലേറ്റ് ചെയ്യണം. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലുള്ള ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആലോചിച്ച് നോക്കിയപ്പോൾ ഈ KS ഷാൻ 18th ഡിസംബറിന് മരിച്ചിട്ട് 19th ഡിസംബറിന് രഞ്ജിത്ത് ശ്രീനിവാസൻ മരിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ഈ ജനങ്ങളുടെയും അല്ലെങ്കിൽ ഇതിൽ വെട്ടാൻ ഇറങ്ങി പുറപ്പെടുന്ന ആളുകളുടെയും ബുദ്ധിയല്ല, അവരുടെ ഉള്ളിലുള്ള ആ പക, അതല്ലെങ്കിൽ ആ രോഷം, അത് മാത്രമാണ് അവിടെ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഈ രഞ്ജിത്തിന്റെ കൊച്ചുങ്ങളുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അച്ഛന്റെ മുഖം അത്രയും വികൃതമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്രയും വികൃതമാക്കാൻ അവർക്ക് പറ്റുന്നത് തലേദിവസം നടന്ന അവരുടെ ആളുകളുടെ മരണത്തിലുള്ള രോഷമാണ്. അപ്പൊ ഇവിടെ സംസാരിക്കുന്നത് രോഷങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ബുദ്ധികളല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ രോഷം സംസാരിക്കുന്ന ഇത്തരം കണ്ടിന്യൂസ് ആയിട്ടുള്ള കൊലപാതകങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങളിൽ അതിനെതിരെ ഈ 15 പേർക്കെതിരെയും വധശിക്ഷ എടുക്കുക എന്നുള്ളത് ഇത് തന്നെ ജുഡീഷ്യറിയുടെ ഒരു കറേജ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. വളരെ നല്ലൊരു ജഡ്ജ്മെന്റ് ആയിട്ടാണ് ഇതിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണ്ടിന്യൂ ചെയ്യണം മറ്റ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, ഇവരിപ്പോൾ വിചാരണ കോടതി വിധിയാണ് വന്നിരിക്കുന്നത്. വലിയ രീതിയിൽ ആ കുടുംബം അതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നുണ്ട്. അവരുടെ നഷ്ടം നികത്താനാകാത്തതാണ്. അപ്പോൾ പോലും അതിലൊരു ആശ്വാസമാണ് ഈ വിധി എന്നതാണ് ഭാര്യയും അമ്മയും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അവരുടെ കൺമുന്നിലാണ് സ്വന്തം അച്ഛനെ ഈ രീതിയിൽ നിഷ്ഠൂരമായി കൊല ചെയ്തത്. ഇവിടെ ഇപ്പോൾ വിചാരണ കോടതി ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചു എങ്കിൽ പോലും
ഇത് ഹൈക്കോടതിയിലെത്തണം, ഹൈക്കോടതി അംഗീകരിക്കണം, അതിൻ്റെ മേൽക്കോടതികളിൽ പ്രതികൾക്ക് പോകാനുള്ള സാഹചര്യമൊക്കെ നിലവിലുണ്ട്. അപ്പോൾ അന്തിമ വിധി ഇതായിരിക്കുമെന്ന് നമുക്ക് പറയാനാകുമോ? താങ്കൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സാഹചര്യം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി കാണുന്നത്? ഞാനിപ്പോൾ ഈ കേസിന്റെ ഫാക്ട്സും മെറിറ്റ്സും അല്ലെങ്കിൽ ഇതിന്റെ ബ്രൂട്ടാലിറ്റിയും അല്ലെങ്കിൽ സമൂഹത്തില് ഈ ഒരു കേസ് നൽകിയിട്ടുള്ള മെസ്സേജുകൾ ഇതൊന്നും ഞാൻ ഇപ്പം അതൊക്കെ ശരിയാണ്. കാരണം അതൊക്കെ വളരെ കറക്റ്റാണ്. കാരണം നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച 2 അഭിഭാഷകരും വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. എനിക്ക് ചില കാര്യങ്ങൾ ഇതിനകത്ത് വിയോജിപ്പുള്ളത്, ഒന്ന്, ഇതിപ്പം ഐഷ മാഡം പറഞ്ഞല്ലോ, ഇത് വളരെ ബ്രൂട്ടലായിരുന്നു. ഇതൊക്കെ തന്നെയല്ലേ ടി പി ചന്ദ്രശേഖരൻ സാറിന്റെ വധത്തിലും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹത്തിന്റെ മുഖം പോലും കാണാൻ സാധിച്ചില്ല. ഞാൻ വധങ്ങളെ അല്ലെങ്കിൽ കൊലപാതകങ്ങളെ ന്യായീകരിക്കുകയല്ല. പക്ഷെ ഇവിടെ ചില പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കണം. നിയമപരമായിട്ട് 3 അഭിഭാഷകരിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ നിയമത്തെ കുറിച്ച് ഒന്ന് പരിശോധിച്ചാൽ കൊള്ളാം. കാരണം ഇവിടെ റയറസ്റ്റ് ഓഫ് റയർ കേസസിലാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വധശിക്ഷ കൊടുക്കാമെന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. അദ്ദേഹം അഹിംസയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഏറ്റവും ആദ്യമായിട്ട് വധശിക്ഷക്കെതിരെ വാളോങ്ങിയിട്ടുള്ള വ്യക്തി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവിടെ 14 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു. 14-ൽ 7 പ്രതികളാണ് നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ബാക്കി 7 പേര് ഈ കൃത്യത്തിൽ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം, 2021-ലോ 2022-ലോ അഹമ്മദാബാദിലെ ഒരു കോടതി 38 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു. അതാണ് ഇതിനു മുമ്പ് കോടതികളിൽ ഏറ്റവും കൂടുതൽ വ്യക്തികൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുള്ളതെന്നാണ് എന്റെ അറിവ്. അതിനുശേഷം ഇപ്പൊ കേരളത്തിലാണ് ഈ 15 പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിക്കുന്നത്. ഞാൻ ഈ പ്രതികൾ ചെയ്ത കൃത്യത്തെ ന്യായീകരിക്കുകയോ ഈ പ്രതികൾ ചെയ്ത കൃത്യം ശരിയാണെന്ന് പറയുകയോ അതല്ലെങ്കിൽ മറ്റൊന്നിന് പകരം മറ്റൊന്ന്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുകയോ അതൊന്നുമല്ല ശരി. പക്ഷേ ഇത്തരത്തിലൊരു ട്രയൽ കോടതികൾക്ക് ചില പരിമിതികളുണ്ട്. ട്രയൽ കോടതികൾക്ക് വധശിക്ഷ വിധിക്കുന്നതിന് പരിമിതികൾ സുപ്രീം കോടതിയുടെ മാനുവലിൽ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ പല സുപ്രീം കോടതി വിധികളിലും പറയുന്നുണ്ട് ട്രയൽ കോടതികൾ എങ്ങനെയൊക്കെ വധശിക്ഷ വിധിക്കാം എന്നുള്ളത്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു വധശിക്ഷ വിധിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവർക്ക് വധശിക്ഷ ലഭിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് ജീവപര്യന്തം ലഭിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് ചില പോരായ്മകളും പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇനി മേൽക്കോടതികളിൽ ഈ കേസ് വിസ്തരിക്കുന്ന സമയത്ത്, കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ കോടതികളെ മോശമായിട്ട് ചിത്രീകരിച്ചതല്ല. ഇതിനകത്ത് എനിക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഇത് കേരളത്തിലെ ഏറ്റവും ക്രൂരം, മാഡം എനിക്കൊന്നും പറയാനുള്ള അവസരം തരൂ, മാഡം പറഞ്ഞോളൂ. കേരളത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകമാണ് ഇത് എന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഷൊഹൈബിനെയും ശരത് ലാലിനെയും കൃപേഷിനെയും ഒക്കെ വെട്ടിക്കൊലപ്പെടുത്തിയ അതിന്റെ ക്രൂരത എന്ന് പറയുന്നത് ശ്രീ അജി കുര്യാക്കോസ്, ഇതിപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധമായാലും ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ മരിച്ച ധീരജ് രാജേന്ദ്രന്റെ വധമായാലും ഒരു വധവും ഇതിൽ നിന്ന് ഭിന്നമല്ല. അവരെ ഈ ഇത്തരം ആളുകളെ പറഞ്ഞയക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉൾപ്പെടെയുള്ള സന്ദേശമല്ലേ എന്നതായിരുന്നു ഞാൻ ആദ്യം ആയിഷയോട് ഉൾപ്പെടെ ചോദിച്ച ചോദ്യം. അതിൽ രാഷ്ട്രീയ ഭേദമില്ല. ശ്രീ റജി കുര്യാക്കോസ്, താങ്കൾ ഇങ്ങനെ മുനവെച്ച് സംസാരിക്കേണ്ട. താങ്കൾ ആയിഷയുടെ രാഷ്ട്രീയത്തിൽ മുനവെച്ചായിരിക്കും താങ്കൾ സംസാരിക്കുന്നത്. പക്ഷേ അങ്ങനെ മുനവെച്ച് സംസാരിക്കണ്ട. ധീരജിന്റെ കൊലപാതകികളെ ആരാണ് സംരക്ഷിച്ചത്, അതിനെ ആരാണ് പരസ്യമായി ന്യായീകരിച്ചതെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് പറഞ്ഞു പോയാൽ തീരില്ല. അതല്ല, ഇത് എല്ലാ പാർട്ടികൾക്കും, ഇങ്ങനെ സാധാരണക്കാരായ ആളുകളെ ട്രെയിൻ ചെയ്ത് കൊലപാതകത്തിന് പറഞ്ഞയക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള സന്ദേശമല്ലേ എന്നതാണ് ചോദ്യം. അതിൽ കോൺഗ്രസ് എന്നോ CPM എന്നോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെന്നോ ഭേദമില്ല ശ്രീ അജി കുര്യാക്കോസ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകണ്ട. ഇത് നോക്കൂ, ഇത് നിഷ്ഠൂരം എന്ന് പറയുന്നത് ഏതെങ്കിലും വഴിവക്കിലോ കാട്ടുപാതയിലോ ഒന്നുമല്ല. സ്വന്തം അമ്മയുടെയും കുഞ്ഞിന്റെയും കൺമുന്നിൽ സ്വന്തം വീട്ടിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. അത്ര നിഷ്ഠൂരമായ കൊലപാതകം. അതാണ് ഈ കേസിന്റെ പ്രത്യേകതയായി ചൂണ്ടിക്കാട്ടുന്നത്. അല്ലെങ്കിൽ അതിക്രൂരം എന്ന് പറയുന്നത് ആ നിലയ്ക്കാണ്. ഞാൻ സമ്മതിച്ചു മാഡത്തിന്റെ ആവേശവും ഞാൻ സമ്മതിച്ചു. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. എന്റെ കൺസേൺ എന്തെന്നറിയോ? എന്റെ കൺസേൺ ഈ കേസില് ഈ ശിക്ഷാവിധി അവസാനം വരെ നിലനിൽക്കണം എന്നുള്ളതാണ് എന്റെ കൺസേൺ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വിധി തെറ്റാണെങ്കിൽ മേൽക്കോടതികളിലെല്ലാം ഈ ഒരു പ്രീസിഡന്റ് കണക്കിലെടുത്തുകൊണ്ട് ഈ വിധി ന്യായത്തെ ഗണ്ണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വക്കീലന്മാർ വേറെ വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞത് ഈ വിധി ശരിയാണ് എന്ന് ബോധിപ്പിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും മേൽക്കോടതികളിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു വിധി വന്നത്, ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രതികൾ എത്രയും വേഗം ഊരിപ്പോകണമെന്നുണ്ടോ എന്നുള്ള സംശയം
ഞാനത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പറയുന്നതല്ല. നീതിന്യായ വ്യവസ്ഥ അങ്ങനെയാണല്ലോ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അങ്ങനെയാണല്ലോ. അതിൽ പുനഃപരിശോധനകൾക്കുള്ള വ്യവസ്ഥകൾ ഉണ്ടല്ലോ. അതിലൂടെ മാത്രമേ അന്തിമ വിധിയിലേക്ക് എത്തൂ. അതൊരു യാഥാർത്ഥ്യമാണ് താങ്കൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ അതിൽ എന്താണ് കരുതുന്നതെന്ന് ഞാൻ ചോദിച്ചത്. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കേരള സമൂഹം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കാരണം ഇത്തരത്തിലൊരു വിധി താഴെ കോടതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ വിധി എത്രയും സുഗമമായിട്ട് ചലഞ്ച് ചെയ്യാനായിട്ട് മേൽക്കോടതികളിൽ സാധിക്കും. അങ്ങനെ ഒരു വിധി എന്തുകൊണ്ട് ഈ കോടതിയിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. കാരണം 14 പ്രതികളിൽ 7 പ്രതികൾ മാത്രമേ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. ബാക്കി 7 പ്രതികൾ ഗൂഢാലോചനയിൽ മാത്രം കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. സാക്ഷികൾ ഉണ്ടായിരുന്നു. ആ കുട്ടിയും അമ്മയും ഭാര്യയും ഒക്കെ സാക്ഷികളായിരുന്നു. അന്വേഷണ സംഘം ആ നിലയ്ക്ക് പ്രവർത്തിച്ചു. പ്രോസിക്യൂഷനും ഇതൊക്കെ കോടതിയെ ധരിപ്പിക്കാനായി, അതുകൊണ്ട് കേസ് വിജയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇനി താങ്കളുടെ ബോധ്യം മറിച്ചാണെങ്കിൽ എനിക്ക് അതിൽ എതിരഭിപ്രായമില്ല. താങ്കൾ ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് താങ്കൾ കാണുന്ന തെറ്റുകളായിരിക്കാം അത്. ശ്രീ അഡ്വക്കേറ്റ് ആയിഷ, ഇവിടെ എന്തോ സൂചിപ്പിക്കാൻ താങ്കൾ ശ്രമിച്ചിരുന്നു. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള സന്ദേശമല്ലേ എന്നത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം താഴെ തട്ടിൽ പ്രവർത്തകരെ ഇളക്കിവിട്ട് ഇത്തരം ക്രൂര കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുക, അതിലൂടെ രാഷ്ട്രീയ ലാഭമുണ്ടാക്കുക, അത് മുകളിലുള്ള നേതാക്കന്മാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ശീലമാണ്. അപ്പോൾ ആര് തെറ്റ് ചെയ്താലും അവർക്കുള്ള സന്ദേശമായി ഇത് മാറുമോ? ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഒരു സന്ദേശമായി മാറട്ടെ എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വിധിന്യായത്തെ അതിന്റെ ഒരു പോസിറ്റീവ് വശമായിട്ട് കാണുന്നത്. പക്ഷേ അഡ്വക്കേറ്റ് റെജി കുര്യാക്കോസ് സൂചിപ്പിക്കാൻ ശ്രമിച്ച ഒരു പോയിന്റ് ഉണ്ട്. ഇത്രയും പ്രതികൾ അജയ് കുര്യാക്കോസ് സൂചിപ്പിക്കാൻ ശ്രമിച്ച ഒരു പോയിന്റ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അതിനൊന്ന് അക്നോളജ് ചെയ്ത് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അന്നേരം ഒരു സംസാരിക്കുന്ന ഒരു അവസരം ചോദിച്ചത്. ഇത് സാധാരണഗതിയിൽ ഇത്രയും പ്രതികൾക്ക് ഒരുമിച്ചുള്ള ഈ വധശിക്ഷ ഹൈക്കോടതി തന്നെ സ്വമേധയാ ഇത് വിശകലനം ചെയ്യും. അതിനുശേഷം മാത്രമേ ഈ ശിക്ഷയുടെ ബാക്കി കാര്യങ്ങളുടെ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. മാത്രവുമല്ല, നമ്മൾക്കറിയാം വധശിക്ഷ എന്ന് പറയുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ അപൂർവമായ സാഹചര്യത്തിലാണ് ഇത് വധശിക്ഷ കൊടുക്കുന്നത്. ഈ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് അപൂർവമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ഇനി ഈ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധം എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതക ചരിത്രങ്ങളിൽ ആദ്യത്തേതല്ല അവസാനത്തേതുമായിരുന്നില്ല. ഇത് ബാക്കി അതിനുശേഷം പുറകെ വന്ന കൊലപാതകങ്ങളെങ്കിലും അത് ഈ വധശിക്ഷ ഈ ഒരു ശിക്ഷാവിധിയോടുകൂടി അവസാനത്തേതാകട്ടെ എന്നും ഈ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആദർശത്തിന്റെ പേരിൽ വൈകാരികത ഇളക്കിവിട്ട് ചുടുചോര വാരയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ അനുയായികളെ പറഞ്ഞുവിടുന്ന ഏതൊരു സംഹിതയുടെ ആൾക്കാരും മനസ്സിലാക്കേണ്ടത് ഇത്തരം ശക്തമായ ശിക്ഷാ നടപടികൾ കോടതികൾ സ്വീകരിക്കാൻ ശ്രമിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവാൻ ഈ ഒരു ശിക്ഷാവിധി ഇടയാകട്ടെ എന്നുള്ളതാണ് എന്റെ ഒരു പ്രാർത്ഥന. ഇതിന് അവസാനത്തെ കൊലപാതകങ്ങളാവട്ടെ. നമ്മളിപ്പോ ഈ അടുത്ത സമയത്ത് താങ്കൾ തന്നെ 2023 എണ്ണി പറഞ്ഞ 5ഓളം കൊലപാതകങ്ങൾ, അതെങ്കിലും ഇത് ഈ ഒരു കണ്ണിയിലെ അവസാനത്തേതാകട്ടെ. തുടർന്ന് ഇത്തരം മനുഷ്യാന്തസ്സിന് അപായപ്പെടുത്തുന്ന രീതിയിൽ മനുഷ്യാന്തസ്സിനെ വെല്ലുവിളിച്ചുകൊണ്ട്, അങ്ങനെയാണല്ലോ ഒരു കുടുംബത്തിന്റെ മുന്നിലിട്ട് ഒരാളെ ഒരു വെട്ടി അരിഞ്ഞ് പീസാക്കി മാറ്റുന്നത്, ചോര തെറിപ്പിച്ച് കൊല്ലുമ്പോൾ ആ മനുഷ്യന്റെ ജീവൻ മാത്രമല്ല നഷ്ടപ്പെടുന്നത്, ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവിത അവസാനം വരേക്കും, അവസാനിച്ചു കഴിഞ്ഞാലും തീരാത്ത വേദനയുടെ ഒരു കാര്യം കൂടിയാണ് നാം അത്രയും ക്രൂരമായിട്ട് രീതിയിലാണ് അത് ചെയ്യുന്നത്. മനുഷ്യാന്തസ്സിന് നേരെയുള്ള, മനുഷ്യന്റെ മഹത്വത്തിന് നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും ഏറ്റവും വലിയ ക്രൂരമായ വിരലോങ്ങലും ആണ് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ കോടതിയുടെ ഇന്ന് മാവേലിക്കരയുടെ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഈ ജഡ്ജ്മെന്റ് പിന്നെ തൊട്ട് മുന്നിലുള്ളത് ഹൈക്കോടതിയാണ്. അതിലേക്ക് എത്തുമ്പോൾ എന്താവും ഈ ശിക്ഷാവിധിയുടെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് എന്നുള്ളതിനകത്ത് എനിക്ക് കാര്യമായ സംശയമുണ്ട്. കാരണം നമ്മുടെ നിയമസംഹിതകളിലും അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ പ്രീസിഡൻസ് നമ്മുടെ നിലവിലുള്ള കീഴ്വഴക്കങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് അപൂർവമായ ഒരു കൊലപാതകമാണോ എന്നുള്ള ചോദ്യത്തിന് ഉയർന്ന കോടതികളെ ഏത് രീതിയിൽ അതിനെ ശരി, എന്തായാലും വിചാരണ കോടതി അപൂർവങ്ങളിൽ അപൂർവം എന്ന ഒരു നിഗമനത്തിലെത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് കൺമണി, ഇവിടെ ഇപ്പോൾ ഈ വിധി പ്രസ്താവം കേട്ടതിന് ശേഷവും കോടതിയിൽ ഹാജരായ 14 പ്രതികളും ചിരിച്ച മുഖത്തോടുകൂടി കോടതിയിൽ നിന്ന് പോകുന്നത് നമ്മൾക്ക് കാണാം ദൃശ്യങ്ങളിൽ. ഏതെങ്കിലും തരത്തിലുള്ള മനസ്താപമോ
മാനസാന്തരമോ അവരുടെ മുഖങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ആ നിലയിൽ ഒക്കെ ട്രെയിൻ ചെയ്യപ്പെട്ടവരും ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ മനസ്സ് പാകപ്പെടുത്തിയവരുമായിരിക്കും അവർ. പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാകുന്ന നേതൃത്വം പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന മറ്റൊരു യുവത്വം പുറത്തുണ്ടല്ലോ. അവരെ സംബന്ധിച്ച് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ ഇതാകും അവസ്ഥ എന്ന് തോന്നിപ്പിക്കാൻ അത് ആ നിലയ്ക്കൊരു പാഠമായി നമുക്ക് ഈ വിധിയെ കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് പറഞ്ഞതിനെ കുറിച്ച് എതിർക്കുകയാണ് ഞാൻ. ഇപ്പൊ കോർട്ട് റൂമിൽ നടക്കുന്ന ആർഗ്യുമെന്റ്സ് അതെല്ലാം നമ്മൾ മീഡിയകളിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എക്സ്പോസ്ഡ് ടു പബ്ലിക്. ഇപ്പൊ ജനങ്ങൾ കാണുന്ന ഒരു സംഭവമാണ്. ചർച്ചകളിൽ കൂടി നടക്കുന്ന സംവാദങ്ങളിൽ കൂടി ജനങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. അപ്പൊ നമ്മൾ തന്നെ അവരിലേക്ക് കൺവേ ചെയ്യാണ് ആ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ നാളെ വധശിക്ഷയ്ക്ക് ഇതിനും മറ്റു റിവ്യൂകൾ ഉണ്ട്, അതിൻ്റെതായ നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾസും ഇതും ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിന്ന് ഇറങ്ങി വരാം എന്നുള്ള ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലോയേഴ്സ് വഴിയാണെങ്കിലും അല്ലെങ്കിൽ മീഡിയ വഴിയാണെങ്കിലും ജനങ്ങളിലേക്ക് എത്താതിരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ കോൺസെപ്റ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജഡ്ജ്മെന്റിനെ തന്നെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയുന്ന കാര്യം ഈ അറ്റ്ലീസ്റ്റ് ഈ ഒരു ന്യൂസെങ്കിലും ഇനി വെട്ടാൻ ഇറങ്ങുന്ന ആളുകളുടെ ഉള്ളിലേക്ക്, ഞാൻ വെട്ടാൻ പോയി കഴിഞ്ഞാൽ നാളെ ഞാനും ചിലപ്പോ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു തോന്നൽ അവരിലേക്ക് ജനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം. അല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ ചിരി ഉണ്ടല്ലോ, 14 പേര് ഇറങ്ങുമ്പോഴത്തെ അവരുടെ ചിരി ഉണ്ടല്ലോ, അതിന്റെ പിന്നിൽ എന്താണ്? നാളെ നിങ്ങളെ ഇറക്കാമെന്ന് ആരെങ്കിലും കൊടുത്തൊരു വാഗ്ദാനം തന്നെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവര് മുന്നിൽ മുഖത്ത് ചിരിയല്ല ഉണ്ടാവുക, വിറയല് തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ജനങ്ങളുണ്ട്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനേ വേണം. അത് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ്. ഞാൻ പറഞ്ഞു, ഇറസ്പെക്റ്റീവ് ഓഫ് ഇന്ന പൊളിറ്റിക്സ് പാർട്ടി അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് എന്നില്ല. രാഷ്ട്രീയ കൊലപാതകം ചെയ്യുന്ന ആരും, കാരണം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. നമുക്ക് ഉള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാടാണ്. അത് ആക്ച്വലി പ്രവാസികളാവുമ്പോൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയി താമസിക്കുമ്പോഴൊക്കെയാണ് അതിന്റെ റെസ്ട്രിക്ഷൻസും ഒക്കെ ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇന്ത്യയിൽ നമുക്ക് ആക്ച്വലി നമ്മൾ ഫുള്ളി ഫ്രീ ആണ്. നമുക്ക് എല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേദി അവിടെയുണ്ട്. അതെല്ലാം ഉണ്ടായിട്ട് പോലും അവർക്ക് ഈ കൊലപാതകക്കൂടെ എക്സ്പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടം തന്നെയാണ്. അതിന്റെ ഒരു ആവശ്യവും ഇല്ല. യു ഹാവ് ഓൾ ദി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അവർക്ക് അവരുടേതായ രാഷ്ട്രീയ നിലപാടുകൾ എല്ലാതും എക്സ്പ്രസ് ചെയ്യാനുള്ള എല്ലാ വേദികളും നമ്മുടെ രാജ്യത്തുണ്ട്, എല്ലാ മീഡിയകളും അതിനകത്തുണ്ട്. അപ്പോ അതൊന്നും ചെയ്യാതെ ഈ വെട്ടും കൊലയും അല്ലെങ്കിൽ കൊലപാതകങ്ങളാണ് ഇതിന്റെ അവസാന വരിയെന്നും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു ജനത തന്നെ തെറ്റാണ്. ഇപ്പൊ 21 22 ഈ മേർഡേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ക്വൈറ്റ് ഷോക്കിംഗ് ആണ്. ഇനി വരാൻ പോകുന്ന 23 ഇല്ല എന്നുള്ളത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഇനി 24 25 ഒന്നും ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാം കൺസേൺ. ഇതിന് വേണ്ടിയിട്ട് ജനങ്ങളിലേക്ക് ഒരു പാഠം അത് തന്നെയാണ് നമുക്കുമുള്ള പ്രതീക്ഷ. ആ നിലയിൽ നല്ല സന്ദേശമാകട്ടെ ഈ വിധി എന്ന് കരുതുന്നു. അതുകൊണ്ട് മാത്രമാണ് ശ്രീ അജി കുര്യാക്കോസ് താങ്കൾ കാണുന്ന ഒരു ആവേശം എന്റെ മുഖത്തുള്ളത്. അങ്ങനെ ഒരു നല്ല സന്ദേശം വരുന്ന വാർത്തയിൽ ഒരു അല്പം ആവേശം ആയിപ്പോയാൽ അതൊരു തെറ്റായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് KS ഷാന്റെ കൊലപാതകമാണ്. SDPI സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന KS ഷാന്റെ കൊലപാതകം. പക്ഷേ ആ കേസിൽ ഇതുവരെ വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. അടുത്ത മാസം ആരംഭിക്കാൻ ഇരിക്കുക മാത്രമാണ്. അപ്പോൾ ഇരട്ട നീതിയാണ് അത് എന്ന തരത്തിൽ ചില വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു കേസിന്റെ വിചാരണ വൈകിയ സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അപ്പോൾ ആ കേസിലും സമാനമായ നിലയിൽ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കുകയും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുകയും ചെയ്യണം എന്നതാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ആ നിലയിൽ വന്നാൽ മാത്രമാണോ അത് ഇരുകൂട്ടർക്കും നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക? അതിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞത് ഈ കൊലപാതകികൾ രക്ഷപ്പെട്ടു പോകരുത് എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ അതിനകത്ത് വേറൊരു ഹിഡൻ ഫാക്ട് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ നേരത്തെ കൺമണി വക്കീൽ പറഞ്ഞു ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നു എന്നുള്ളത്. ഇന്നല്ല ഞങ്ങൾ കണ്ടിട്ടുള്ളത്. TP ചന്ദ്രശേഖരൻ വധക്കേസില് മോഹൻ അടക്കം കൊടിസുനി അടക്കമുള്ള ആളുകൾ കല്യാണങ്ങളിൽ പങ്കെടുക്കുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ വീഡിയോകളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ പ്രതികൾ 2023 24 വിധിക്കപ്പെട്ട ഈ പ്രതികൾ ചിരിക്കാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവര് DJ കളിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം, അവരുടെ മനസ്സിൽ കൃത്യമായിട്ട് അറിയാം, ഇത് ഞങ്ങൾ വധശിക്ഷയ്ക്കോ ഒന്നും വിധിക്കാൻ പോകുന്നില്ല, നാളെ ഞങ്ങൾ പരോളിൽ ഇറങ്ങും, അത് കഴിഞ്ഞ് കല്യാണങ്ങളിൽ പങ്കെടുക്കാം, DJ പാർട്ടിയിൽ പങ്കെടുക്കാം,
ഇതുകൊണ്ടാണ് ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഈ വിധി വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയത്. എന്തുകൊണ്ടാണ് ഞാൻ പേടിച്ചത്? ഈ വിധി നേരെ ചലഞ്ച് ചെയ്താൽ എത്രയും പെട്ടെന്ന് ഇത് റിവോക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല വിധിക്കേണ്ടിയിരുന്നു എന്നുള്ളത്. ഞാൻ ആ വിധി എനിക്ക് കോടതി ലക്ഷ്യത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്, ഇങ്ങനെ വിധിച്ചതുകൊണ്ട് നാളെ ഇത് റിവോക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നാളെ റിവോക്ക് ചെയ്താൽ ഇതേ മീഡിയയിൽ ന്യൂസ് 18 ചാനലിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ പോലും ശ്രീ അജി കുര്യാക്കോസ് കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ശിക്ഷ ഒരുപക്ഷെ ഇളവ് ചെയ്താൽ പോലും നമ്മളുടെ മറ്റ് സംവിധാനങ്ങൾ, ഇപ്പോൾ പോലീസ് കേസ് അന്വേഷിച്ച പോലീസ് ആകട്ടെ പ്രോസിക്യൂഷൻ ആകട്ടെ ഒക്കെ കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കുകയും അത് കോടതിയിൽ എത്തിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് അർഹിക്കുന്ന ഒരു ശിക്ഷ മറ്റു കോടതികൾ പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയിൽ അത്തരം സംവിധാനങ്ങളിലൂടെ അതിന്റെ പരിശോധന നടക്കുമ്പോൾ കുറയുകയാണെങ്കിലോ അല്ലെങ്കിലോ ഇവർക്ക് അർഹതപ്പെട്ട ഒരു ശിക്ഷ ലഭിക്കില്ലേ? ഇല്ല മാഡം, ഞാനൊരു കാര്യം പറയാം. അതായത് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്, അതല്ലെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, ഒരു മാസ് മർഡർ, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മൾ ടെററിസ്റ്റ് ആക്ട്, അതും അല്ലെങ്കിൽ ഒരു മുൻവൈരാഗ്യമില്ലാത്ത ഒരു കൊലപാതകം. ഇപ്പൊ നമുക്കറിയാം താജ് ഹോട്ടലിലൊക്കെ കൊലപാതകം നടന്നു, ബോംബെയിലൊക്കെ. എന്ത് മുൻവൈരാഗ്യമാണ് ഈ മനുഷ്യനെ അവർക്ക് ഈ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നു എന്നതൊഴിച്ചാൽ മറ്റെന്ത് വൈരാഗ്യമാണ്? പറയട്ടെ, അതുപോലെയുള്ള ഒരു മാസ് മർഡറോ അതല്ലെങ്കിൽ ടെററിസ്റ്റ് ആക്ട് ഒക്കെ ആണെങ്കിലാണ് ഈ പറഞ്ഞ വധശിക്ഷ നിലനിൽക്കുള്ളൂ. നിങ്ങൾ ഇത് നാളെ കോടതിയിൽ പോയി വാദിക്കുമ്പോൾ ഈ വധശിക്ഷ ശരിയല്ല എന്നുള്ളതാണ് വാദിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കി. ഒരു കാര്യം പറഞ്ഞ ശ്രദ്ധിക്കാം. ഈ വധശിക്ഷ ശരിയല്ലെന്നും ഈ കോടതി വിധി ശരിയല്ലെന്നും ഇത് ബയാസ്ഡ് ആണെന്നുള്ളതാണ് അടുത്ത് ഈ പ്രതികളുടെ വക്കീലന്മാര് കോടതിയിൽ വാദിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ വിഷമം, ഈ പ്രതികൾ ഇനി തിരിച്ചിറങ്ങി വരുന്നത് കാണണമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയല്ല എന്നുള്ളതും ഇത്തരത്തിലെല്ലാം ഇത് വിധിക്കേണ്ടത്. വിചാരണ കോടതിയുടെ വിധി നിലനിൽക്കുമോ എന്ന ഒരു സംശയമാണ് ശ്രീ അജി കുര്യാക്കോസ് പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഇനി മേൽക്കോടതികൾ അത് പരിശോധിക്കും വരെ ഇതാണ് ആ കുറ്റകൃത്യത്തിന് കോടതി വിധിച്ചിരിക്കുന്ന ശിക്ഷ, അത് അർഹിക്കുന്ന ശിക്ഷയോ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. പ്രേക്ഷകരോട് ഈ ചോദ്യം ചോദിച്ചതിൽ 88% പേരും അതേ എന്ന അഭിപ്രായമാണ് പറയുന്നത്. അല്ല എന്ന് പറഞ്ഞത് 12 പേർ മാത്രം. വളരെ നന്ദി ശ്രീ അജി കുര്യാക്കോസ്, ശ്രീമതി ആയിഷ, ശ്രീമതി കൺമണി ചർച്ചയിൽ പങ്കെടുത്തതിന്. മറ്റൊരു വിഷയമായി ഇനി നാളെ കാണാം. നമസ്കാരം. വലിയ സ്വപ്നങ്ങൾ. അബ്ദുൽ കലാം, 7ാം പ്രതി സഫറുദ്ദീൻ, 8ാം പ്രതി